PK നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നീ ഒന്നാം നമ്പർ വർഗീയവാദി. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. MSF കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് SFI പ്രഖ്യാപിക്കുകയാണ്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. MSF കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടനയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പട്ടിയെ വെട്ടിപ്പടിച്ച് നാട്ടിൽ അക്രമം നടത്തുന്ന SDPIക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും ബാക്കി പത്രമാണ് MSF എന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിനത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PS സഞ്ജീവ്. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്വത്വബോധമൊന്നുമല്ല കൈകാര്യം ചെയ്യുന്നത്. MSF ജമാഅത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും വേദിയൊരുക്കുകയാണ്. ഒന്നും അറിയാത്ത ചെറിയ കുട്ടികളുടെ ചെവിയിലേക്ക് MSF വർഗീയത ഓതിക്കൊടുക്കുകയാണ്. മതവർഗീയവാദം മാത്രം കൈമുതലായിട്ടുള്ള സംഘടനയാണ് MSF. PK നവാസ് ഒന്നാം നമ്പർ വർഗീയവാദിയാണ്. ഇത് ഞങ്ങൾ എവിടെയും പറയും. അതിന് നവാസിൻ്റെ ലൈസൻസ് വേണ്ട. തെറ്റായ രാഷ്ട്രീയമാണ് MSF കൈകാര്യം ചെയ്യുന്നതെന്നും PS സഞ്ജീവ് പറഞ്ഞു. PK നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നീ ഒന്നാം നമ്പർ വർഗീയവാദി. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. MSF കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് SFI പ്രഖ്യാപിക്കുകയാണ്. കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് MSF. നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. സ്വത്വബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളുമുരിക്കുകളെയും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന SDPക്കാരുടെ SDPI നേതാക്കന്മാരുടെ നിരോധിച്ച CFIയുടെ ബാക്കി പത്രമാണ് നീ എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഞങ്ങൾ ഇത് എവിടെയും പറയും. ഞങ്ങൾക്കിത് പറയാൻ നിന്റെ ലൈസൻസ് വേണോ? എന്നെ പഠിപ്പിക്കാൻ നീ ആരും? ലീഗ് മാനേജ്മെന്റുള്ള കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് പോലും നടത്താതെയും തട്ടിൻപുറത്തെ അറബിക് കോളേജുകളെയും UUCമാരെ ഉപയോഗിച്ചാണ് MSF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെല്ലുവിളിക്കുന്നതെന്നും മതേതരത്വം നിലനിൽക്കുന്ന ക്യാമ്പസിൽ എത്തുമ്പോൾ MSF UDSF ആകുമെന്നും KSUവിനെ പൂർണ്ണമായും MSF വിഴുങ്ങിയതായും MSFനെ SDPIയും ക്യാമ്പസ് ഫ്രണ്ടും വിഴുങ്ങിയെന്നും അതിന്റെ ഭാഗമാണ് PK നവാസിനെ പോലുള്ള വർഗീയവാദികൾ MSF നേതൃത്വത്തിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.